രാഷ്ട്രീയ നിരീക്ഷകൻ ടി.ജി. മോഹൻദാസിനെതിരായ പോലീസ് നടപടിയിൽ പോലീസിന്റെ വേട്ടയാടലിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, എന്തായാലും അദ്ദേഹത്തെ അല്പസമയത്തിനകം അല്ലെങ്കിൽ ഇനിയും കുറച്ച് നിമിഷങ്ങൾക്കകം തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും നമ്മൾ എറണാകുളത്ത് കണ്ട അതേ പ്രതിഷേധം തന്നെയായിരിക്കില്ല ഇനി തലസ്ഥാനത്ത് മലയടിക്കാൻ പോകുന്നത്? വിഷ്ണു, തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. പ്രത്യേകിച്ച് രാഷ്ട്രീയ നിരീക്ഷകനായ ടി.ജെ. മോഹൻദാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വിവാദം ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചിയിൽ ഏത് രീതിയിലാണോ പ്രതിഷേധം നടത്തിയത് അതേ തരത്തിലുള്ള ശക്തമായ പ്രതിഷേധം തിരുവനന്തപുരത്ത് സൈബർ സ്റ്റേഷന് മുൻപാകെ കാണും എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതും. എന്തായാലും ഇന്ന് പുലർച്ചെ, അതായത് 1 മണിയോടെ അദ്ദേഹത്തെ ഇവിടെ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഇപ്പോൾ ചേർത്തല കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 3 മണിക്കൂറിനകത്ത് വെച്ച് തന്നെ ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും. ഈ BJP പ്രവർത്തകരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി പേർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി കൊച്ചിയിൽ എത്തിയിരുന്നു. സമാനമായ രീതിയിൽ തിരുവനന്തപുരത്തും പ്രതിഷേധക്കാർ അല്ലെങ്കിൽ പ്രവർത്തകർ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലീസും അതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ വിഷ്ണു സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നേരത്തെ അദ്ദേഹം പറഞ്ഞ പരാമർശത്തിൽ ചെറിയ പാളിച്ചകൾ പറ്റിയെങ്കിൽ പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രീതിയും അതോടൊപ്പം തന്നെ ഇന്ന് ഞായറാഴ്ചയാണ്, കോടതി അവധിയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ കരുതിക്കൂട്ടിയാണ് ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയുടെ പോലീസ് അല്ലെങ്കിൽ UDF സർക്കാരിന്റെ പോലീസ് കരുതിക്കൂട്ടി തന്നെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് BJPയുടെ ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് സുരേഷ് പറഞ്ഞതുപോലും അദ്ദേഹത്തിന് ചെറിയ പാളിച്ച, അദ്ദേഹം നടത്തിയ പരാമർശത്തിൽ ചെറിയ പാളിച്ചകൾ സംഭവിച്ചെങ്കിൽ പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രീതി ശരിയായില്ല എന്നടക്കമുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതും. അതോടൊപ്പം തന്നെ ഞാൻ പ്രസൂചിപ്പിച്ചപ്പോൾ തന്നെ പ്രധാനമന്ത്രിയെ വരെ വധിക്കുമെന്ന് പറഞ്ഞവർക്കെതിരെ എന്തുകൊണ്ട് ചെന്നിത്തലയുടെ പോലീസ് കേസെടുക്കുന്നില്ല, അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ആദ്യം മുതൽക്കേ തന്നെ രമേശ് ചെന്നിത്തലയുടെ പോലീസ്. ഒരുപക്ഷെ ഇനി എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടായാൽ പോലും ടി.ജി. മോഹൻദാസ് എന്ന ഒരു ശക്തമായ രാഷ്ട്രീയ നിരീക്ഷകനെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ആളുകൾ പോലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരിക്കൽ പോലും ഒരു മോശം രീതിയിലേക്ക് മാറിയെന്നോ അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഒരു തെറ്റുപറ്റിയെന്നോ ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം ശക്തമായ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം എല്ലാ കാലത്തും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത്രയേറെ ജനങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ തന്നെയും കൃത്യമായ നിരീക്ഷണം മുന്നോട്ട് വയ്ക്കുന്ന അദ്ദേഹത്തിനെതിരായ ഈ ഒരു നടപടിയിൽ തന്നെയാണ് ശക്തമായ പ്രതിഷേധം ഇപ്പോൾ അലയടിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, രാജ്യവിരുദ്ധ ശക്തികളെ പോലും നഖശിഖാന്തമായിട്ടുള്ള എതിർപ്പുകൾ തന്നെയാണ് അദ്ദേഹം മുൻപും ഈ ഒരു ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും CJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ നാടകത്തെ അദ്ദേഹം കൃത്യമായി തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു നടപടി ഉണ്ടാകുമ്പോൾ അതിന് പിന്നിൽ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായൊരു ഗൂഢാലോചന കൂടി നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴത്തെ UDF സർക്കാർ അവർ മുസ്ലിം ലീഗിന് അടിമപ്പെട്ടുകൊണ്ട് ഈ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും എന്താകും ഇനി കാത്തിരിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഈ ഒരു നടപടികൾ ഏത് രീതിയിലാകും മുന്നോട്ട് പോകുക എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുകയാണ്. കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ കൂടി ചേർന്നുണ്ട്. ജിജീഷ്, എന്തായാലും ഈ ഒരു നടപടിയെ കേവലം ഒരു രാഷ്ട്രീയ വേട്ടയാടലിനപ്പുറം ഒരുപക്ഷെ ഇത് കൃത്യമായി പറഞ്ഞാൽ ഒരു ഗൂഢാലോചന തന്നെ ഇവിടെ നടന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ പറയുന്നത് പോലെ എത്ര ദിവസം മുമ്പ് എടുത്ത കേസിൽ ഇപ്പോൾ പെട്ടെന്ന് തിടുക്കപ്പെട്ട് ഈ ഒരു നടപടി ഉണ്ടാകുമ്പോൾ എന്താകും ഇതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്നുള്ളൊരു ചോദ്യമാണ് ബാക്കിയാവുന്നത്. വിഷ്ണു, അത് തന്നെയാണ്. എന്താണ് ഇതിനെ പോലീസിനെ പ്രേരിപ്പിച്ച് ഇത്തരമൊരു നടപടിക്ക് പോലീസിനെ പ്രേരിപ്പിച്ചത് എന്ന ഒരു ചോദ്യം തന്നെയാണ്. അതിന് മറുപടി പോലീസ് നൽകേണ്ടി വരും. അതിന് മറുപടി ആഭ്യന്തര വകുപ്പ് നൽകേണ്ടി വരും. മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയേണ്ടി വരും. ഇതിനു പിന്നിൽ ചരടുവലികൾ നടത്തിയ ഭരണ സ്വാധീനമുള്ള രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും പ്രതിപക്ഷത്തെ രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും CPM CPI ഉള്ള രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും എല്ലാം തന്നെ കൃത്യമായ മറുപടി നൽകേണ്ടി വരും. കാരണം നിയമ പോരാട്ടങ്ങളിലൂടെ ടി.ജി. മോഹൻദാസ് മുന്നോട്ട് പോകുമെന്ന കാര്യം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. താൻ ഏതെങ്കിലും അബദ്ധങ്ങളോ അല്ലെങ്കിൽ അനാവശ്യങ്ങളോ പറഞ്ഞിട്ടില്ല എന്ന കൃത്യമായ ബോധ്യം ടി.ജി. മോഹൻദാസ് എന്ന രാഷ്ട്രീയ നിരീക്ഷകനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് താൻ പറഞ്ഞതിൽ എവിടെയും അപാകതകളില്ല, താൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, അത് തന്റെ ബോധ്യങ്ങളാണ്, ആ ബോധ്യങ്ങളിൽ ഉറച്ചു നിന്ന് കാര്യങ്ങൾ ഇനിയും പറയും, അതിൽ ആരെങ്കിലും അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് തന്റെ ഒരു വിഷയമേ അല്ല എന്ന്
TG ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി ഈ ഒരു ചോദ്യങ്ങൾ ബാക്കിയാകുന്നത്. ആർക്കാണ് TG കണ്ണിലെ കരടായി മാറിയിരുന്നത്? ആർക്കെല്ലാമാണ് TGയുടെ വാക്കുകൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അലോസരമുണ്ടാക്കിയിരുന്നത്? ആരെല്ലാമാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? ഇങ്ങനെ ഒരു കേസ് കെട്ടിച്ചമച്ച് 70 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യനെ ഇത്തരത്തിൽ പോലീസ് ജീപ്പിൽ കസ്റ്റഡിയിലെടുത്ത് കിലോമീറ്ററുകൾ താണ്ടി കൊണ്ടുപോകുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്. അതിന് മാത്രമുള്ള എന്ത് കുറ്റമാണ് TG മോഹൻദാസ് എന്ന വ്യക്തി ചെയ്തത് എന്നതടക്കമുള്ള ഏറ്റവും പ്രസക്തമായ ചോദ്യങ്ങൾ തന്നെയാണ് ബാക്കിയാകുന്നത്. അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയേണ്ടി വരിക സർക്കാർ സംവിധാനങ്ങളും ആഭ്യന്തര വകുപ്പുമാണ്.